ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, നമ്മളിന്ന് ഐലൻഡ് അതെ, ഐലൻഡിൽ പോകാന്ന് വിചാരിച്ചു. ഈ പ്ലാൻ എപ്പോൾ ഉണ്ടായത്? ഒറ്റ മൈൻഡ്. ഞാനും അമ്മയ്ക്കും പറഞ്ഞു ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. ചായ കുടിച്ചു, അടി കഴിച്ചു. അപ്പൊ മറൈൻ ഡ്രൈവിൽ പോയി ഇരുന്നു. അപ്പൊ അതാ ഹരിയുണ്ട്. മഴ പെയ്തപ്പോ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ഒറ്റ മൈൻഡില് ഫോട്ടോ വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ദ്വീപിൽ പോവാന്നല്ലേ. അതെ, കുറച്ച് സമാധാനത്തിൽ ഇരിക്കാന്ന് വിചാരിച്ചു. മറൈൻ ഡ്രൈവിൽ വൃത്തിയില്ല കൈസ്, ഭയങ്കര സ്മെല്ല്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എണീക്കുന്നില്ല. ബോട്ട് വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. നടന്നോ. നമ്മൾ ബോട്ടിൽ കയറി ഗൈസ്. ഐലൻഡിലേക്ക് പോവാം. നല്ലൊരു വ്യൂ ആണ്. അമൃത ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെ, നമ്മൾ അവസാനം നമ്മുടെ സ്പോട്ടിലെത്തി. ഹരിക്ക് എന്താ പറയുക? ഐലൻഡ് പറയ്, എന്താ നീ പറയാൻ വന്നേ? ഹരി എന്തോ പറയാൻ വന്നു. ഇതാണ് കൊച്ചിയിലെ വില്ലിംഗ്ലൻഡ് ഐലൻഡ്. പിന്നെ കൊച്ചിയിലെ തിരക്കുകളിൽ നിന്നും മാറി സമാധാനം കിട്ടാനും അതെ, ഭയങ്കര സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു നല്ല വൃത്തിയും നല്ല വ്യൂ, നാറ്റൊന്നും ഇല്ലാത്ത സ്ഥലം. നല്ല മനോഹരമായ സ്ഥലമാണ് ഗൈസ്. ഇലകളെല്ലാം റോഡിൽ ഇങ്ങനെ ഇലകളെല്ലാം വേണം. മൃദ സീന്. നമ്മളിങ്ങനെ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര സമാധാനം, മനസ്സിന് ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും. എല്ലാ ഫ്രസ്ട്രേഷനും നമുക്ക് മൈൻഡ് ഭയങ്കര കൂളാവും. ഭയങ്കര സമാധാനം ഗൈസ്. അമൃതയുടെ കാട്ടിക്കൂട്ടല് ഒരു ബോഗൺ വില്ല ഉണ്ട. പിന്നെ അതെ, ഇനി റോഡ് അടിച്ചു വാരി പോയാ മതി. വണ്ടി വരുന്നുണ്ട്. ഇതെങ്ങനെയാ? ഇതിന് മറ്റേ ഇതുണ്ടാ, മൊട്ടുണ്ടാ, പാത്രം. ഗൈസ്, ഈ പൂവിനെ നിങ്ങൾ എന്താ പറയാ? എൻ്റെ നാട്ടിൽ കടലാസ് പൂന്നാ പറയല്, പക്ഷെ ബോഗൺ വില്ല എന്നാ പറയല്. ബോഗൺ വില്ല കണ്ടപ്പോ ഒരുത്തിക്ക് ഇളകി. ഫോട്ടോ എടുക്കണം. നമ്മളിങ്ങനെ നടന്ന് വൈബാക്കാണ് ഗൈസ്, അല്ലേ? ഈ ബോഗൺ വില്ലയിൽ ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉടമസ്ഥൻ വന്ന് നിയമപരമായും കായികപരമായും നമ്മളെ നേരിടും. ഹരി ഉണ്ട്. ഹരി എന്തൊന്നും ഇണ്ടാത്ത ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ കുറേ ഫോട്ടോ എടുത്തു. നമ്മളെ മാളൂനൊരു വീഡിയോ എടുത്തു. അമൃത പാട്ട് പാടേണ്ട മൂഡിലാണ്. ഇവര് കുറെ കാലത്തിന് ശേഷമാണ് എന്നെ കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. കുറേ മാസത്തേക്ക് ആളെ ചോദിച്ചൊന്നും എന്നെ മൈൻഡ് ചെയ്തില്ല. 2 ദിവസത്തേക്ക് എന്നെ കാണാനോ വിളിക്കാനോ വരലില്ല, മെസ്സേജ് ഇല്ല, അടി പോക്കില്ല. ചായ വരെ മേടിച്ചെന്റെ ഒരു പട്ടിയുണ്ട്. പട്ടിയല്ലേ, അത് കടിക്കും. 2 പട്ടികൾ കൂടെ ഉണ്ട്, അത് വേറെ കാര്യം. 2 പട്ടികളുടെ കൂടെ നടക്കുന്ന ഒരു പട്ടിയാണ്. അയ്യോ, നീ പരിഭവം പറയുന്നുണ്ടായതല്ലേ? പറഞ്ഞോ, കണ്ടിന്യൂ. കണ്ടപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. അമൃത, നിനക്ക് എന്താ പറയാനില്ലേ ഹരിന്റെ ഈ ഒരു പരാതിനെ കുറിച്ച്? നിന്റെ അഭിപ്രായം എന്താ? ഹരിന്റെ പരാതി അടിസ്ഥാനരഹിതവും ഒട്ടും തന്നെ എന്താ പറയാ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളല്ല. അവൻ ഭയങ്കര അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നമുക്കെതിരെ ഉയർത്തുക മാത്രമാണ് അവൻ ചെയ്യുന്നത്. യാതൊരു വിധത്തിലുള്ള വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങളും അവൻ നമുക്ക് വേണ്ടി ശേഖരിക്കുന്നു. എന്താ ഹരി 5 മിനിറ്റിനുള്ളിൽ 10 വട്ടം പണങ്ങും. അതെ, വെള്ളം കുടിക്കണം. ഇങ്ങോട്ടോ. നമ്മളിപ്പോ തുറമുഖം കാണാൻ വേണ്ടി പോവാണ്. 5:30 ഗഗന നമ്മള് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഞങ്ങള് ദ്വീപില് മറ്റേ ഞങ്ങൾ ഒറ്റ മൈൻഡില് പോകുന്നത്. ഈ വന്നിട്ടില്ലല്ലോ. ഗഗന നാട്ടിലാ ഉള്ളത്. നമ്മള് കൊറേ ആയി ഐലൻഡില് നമ്മൾ പോവാണ്. നിങ്ങൾ അന്ന് പോയ ഐലൻഡില്ലേ?
സ്പീക്കറിലിട്. ഗഗനെ വിളിച്ചിട്ട് നമ്മള് ഗഗനയുടെ സംസാരം നിങ്ങൾക്ക് വ്ളോഗിലൂടെ കേൾപ്പിച്ചു തരാം. അതെ, പറയൂ ഗഗന. ഓ, നീ എന്താ വരാഞ്ഞ ഗഗനന്റെ കൊച്ചിയിലൊരു ദ്വീപില് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഒരു മറ്റവിടെ പോകൂലേ, മറ്റേ എന്താ പറയാ, മറൈൻ ഡ്രൈവിന്റെ അവിടെ ഞങ്ങള് കയറി, ബോട്ട് കയറി. ഗഗന സൗത്തിലെത്തി നടക്കുകയാണ്, ഇവിടെ നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പൊ നമ്മള് അവളോടത്ത് പറയാതെയല്ലേ പോന്നേ. നമ്മൾ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതായിരുന്നു. അപ്പൊ ഗഗന വിളിച്ചപ്പോ നമ്മള് കോള് കട്ട് ചെയ്തു, കാരണം ഫോട്ടോ എടുക്കുന്നോണ്ടേ. ഗഗന പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ലല്ലോ, വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കട്ട് തങ്കു, തക്കാളി തങ്കു. ഗൈസ്, അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ സെറ്റപ്പ് കണ്ടു, ഒരു ചായക്കട പോലെ. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറിയതാണ്. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ സെലിബ്രിറ്റീസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെയുള്ള ഫോട്ടോസാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളും പഴയ ഒരു ആസ്തറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ച് നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ക്ലിപ്പ് ഇങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ അതാ ഒരു പാൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രം കണ്ടു. ഞാനപ്പോൾ പേടിച്ചു പോയി, എന്താ അപ്പോൾ ഇത്, പെട്ടെന്നൊരു കാലിങ്ങനെ മുറിച്ച് വെച്ച പോലെ പേടിച്ചു പോയി. അപ്പോൾ അമൃത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമൃതയോട് അതെല്ലാം പറയുന്നതാണ്. അപ്പോൾ അമൃത ഇങ്ങനെ പറയണം, ആ നല്ല സ്ഥലമാണ്, ഇഷ്ടമായി എന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അമൃതയോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് സ്ഥലം, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഹരി എല്ലാ ദിവസവും ഇങ്ങനെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ സ്ഥലം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പം സൗണ്ട് എന്താ കട്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുക. അപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നു. ചായ വാങ്ങാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല ദാഹം ഉള്ളതുകൊണ്ട് ഒരു കുപ്പി വെള്ളമാണ് വാങ്ങിയത്. അപ്പോൾ അതിനെപ്പറ്റി പറയായിരുന്നു നമ്മൾ. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു. അപ്പോൾ അമൃത പറഞ്ഞു, അമൃതയുടെ തല കാണുന്നില്ല, എൻ്റെ തല എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചിരിച്ചതായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ അമൃത പറയണ, ഇപ്പം എൻ്റെ തല കിട്ടി എന്ന് പറയായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ അവിടുന്ന് മെല്ലെ ഇറങ്ങി. കുറേ കളറ് ബോഗൺവില്ല, പക്ഷെ ബോഗൺവില്ല കണ്ടാലും ഒരുത്തിക്ക് പ്രാന്തളം. അതാണ് കാണുന്നത് നിങ്ങൾ. അതെ, ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന വ്യൂ. ഇത് വന്ന് വെരി ബ്യൂട്ടിഫുൾ അല്ലേ? ഇതാണ് മലബാർ റോഡ്. അതെ ബോർഡ്. അതെ, ഇല്ല അതൊന്നും ചെയ്യില്ല. ഇത് നമ്മുടെ കൊച്ചി നഗരം. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ അമൃതയെ കൂട്ടാത്ത ഭയങ്കര പരാതി, നായയെ പേടിച്ച് കുട്ടി വരുന്നില്ല. നല്ല നായയല്ലേ, ഒന്നും ചെയ്യില്ല. മഞ്ഞ കളർ ഈ പൂവിന് എന്താ പറയാന്നറിയില്ല, പക്ഷെ ഞാൻ പറയുമ്പോ എന്നെ എടുക്കണം. ക്യാമറമാൻ ശരിയില്ല ഗൈസ്. മഞ്ഞ നിറയുള്ള പൂ. ഈ പൂവിനെ നിങ്ങൾ എന്താ പറയാ ഗൈസ്? ഞാൻ നിങ്ങൾ എന്താ പറയാ? നമുക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ പറയാറില്ല. മഞ്ഞപ്പൂ ഹരി, നിന്റെ നാട്ടിൽ എന്താ ഇത് പറയാം? അറിയില്ല. അമൃത ഇങ്ങനെ ഒറ്റക്ക് നിന്ന് ഏകാന്തതയുടെ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത് നല്ല കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഗൈസ്, അത് ഒരു ഹൗസ് ബോട്ടാന്ന് തോന്നുന്നുണ്ട്. അതിൽ ആൾക്കാരിങ്ങനെ കൊച്ചി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലൂടെ കായലിലൂടെ കൊച്ചി വിസിറ്റ് ചെയ്യുന്നു. അപ്പം അവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ചും അഥവാ കാണുന്നില്ലേ, അത് ഈ കാണുന്ന 5 സ്റ്റാർ ഹോട്ടൽ, അതിനെപ്പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ മരം കാണാൻ നല്ല രസമില്ലേ? നമ്മളില്ലേ? ഇതാണ് ഗൈസ് കൊച്ചി തുറമുഖത്തിന്റെ ഓഫീസാണിത്. പറ.
ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏത് ഓൾഡ് ഹാർബർ ഹോട്ടൽ? ഒരുപാട് സിനിമകൾ. കൊച്ചിയിലെ താജ് ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയിലെ താജ് ഹോട്ടലിന്റെ ഇത് പറഞ്ഞു കൊടുക്ക്. അതായത് കുറെ സിനിമകളുണ്ട്. നമ്മുടെ സിനിമയിൽ കാണുന്ന കുറെ ഫുഡൊക്കെ കഴിക്കുന്ന കുറെ സീനൊക്കെ കാണുന്ന കുറെ സിനിമകളുണ്ട്. ഏതൊക്കെ സിനിമ ഉറക്കെ മറന്നുപോയി. അങ്ങനത്തെ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ഹോട്ടലാണ് ഈ താജ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതാണ് തുറമുഖത്തിന്റെ ഓഫീസാ എന്താ? കൊച്ചിയിലെ തുറമുഖത്തിന്റെ ഓഫീസ്. അതെ, നല്ല രസമുണ്ട്. മഞ്ഞ പൂവെല്ലാം വീണിട്ടില്ലേ? ഈ പൂവിന് എന്താ പറയാ? ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹരിയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഹരി പറയുന്നുണ്ട് ഒരുപാട് സിനിമകളെല്ലാം ഷൂട്ട് ചെയ്ത ഫേമസ് ആയിട്ടുള്ള ഹോട്ടലോ 5 സ്റ്റാർ ഹോട്ടലാടാ, 5 സ്റ്റാർ ഹോട്ടലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇത് സിനിമയിൽ ഈ താജ് റിസോർട്ട് നിങ്ങൾ സിനിമയിൽ കണ്ടതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയാ ഗൈസ്. ഏത് സിനിമ ഹരി? ആ സാരില്ല. അങ്ങനെ നമ്മളിങ്ങനെ വൈബടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയറിന് കിട്ടിയ സ്റ്റാറാന്ന് തോന്നുന്നുണ്ട്. അത് ഇതുവരെ ഇതാക്കിയിട്ടില്ല. ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങളെങ്ങനെ ചെയ്തു ഗൈസ്? അമൃതേ, ശോകാണോ അവസ്ഥ? വെള്ളത്തിലുള്ള ഇത് വേസ്റ്റ് കണ്ടിട്ടല്ലേ? എന്താണ് പറയാനുള്ളത്? ഈ വേസ്റ്റിന് എതിരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേസ്റ്റിനെതിരെ നമ്മൾ എന്താ ചെയ്യണ്ടേ? പാട്ടിന്റെ മൂഡ്. ഇപ്പൊ പാടിയ പാട്ട് ഒന്നുകൂടി പാടി. ഏത്? കാണാതെ അതല്ല, മറ്റേതല്ല പാടിയത്. ഏതാച്ച പാടിക്കും? ഇഷ്ടമല്ല. നെഞ്ചോട് നാനിരിപ്പേൻ. നേരെ പാടും. മറ്റേ പാട്ടോട് മറ്റേ പാട്ട്. ഗായകി എന്താ പൂ സ്പോട്ടഡ് എന്നും പറഞ്ഞൊരു പൂഭ്രാന്തി. നോട്ടെ, ഈ പൂവിന്റെ പേരെന്താന്നറിയോ? എന്ത്? ആരി. പിന്നെന്താ? നോട്ടെ, ഇങ്ങോട്ട് നിങ്ങളൊരു പെറുക്കിനെ കാണുന്നുണ്ടോ? പൂ സ്പോട്ടഡ് എന്നും പറഞ്ഞു. എനിക്ക് കൊറേ പൂ കിട്ടി. ഈ പൂവിന്റെ പേര് പറഞ്ഞേ? അലറി. ആര്? അലറി പൂവ്. പൂ അലറിയില്ലേ? പൂ അലറി. ഈ പൂവിന്റെ പേരാണ് ചെമ്പകം. ഇത് ചെമ്പകമൊന്നുമല്ല. അതെ, കണ്ടോ? ഈ പൂവിന്റെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയാന്ന് കമന്റ് ചെയ്യണം. എന്റെ നാട്ടില് ചെമ്പകാണിത്. അല്ല, ഞങ്ങളുടെ നാട്ടിൽ അലറി പോവാ. അരളിയാണോ ഇനി? അരളി വേറെയാ. അരളി അല്ല, അലറിയാണ് പൂ. ഞാൻ പറയട്ടെ, അരളിപ്പൂ ഇതില്ല, ഇതിന്റെ വേറൊരു പൂവുണ്ട്. ഇത് കൊണ്ടപ്പൂ. ഈ മഞ്ഞ കളർ പൂവില്ലേ? കൊണ്ടപ്പൂ. ആ മഞ്ഞ, അത് കൊണ്ടപ്പൂ. അല്ല, ഇതെന്താ? ആരാണ് അലറിയത്? പൂവാണ് അലറിയത് ഗൈസ്. അതല്ല, ഞാൻ പറയട്ടെ, ഇത് തലയിൽ വെക്കുക. എന്താ യക്ഷികളെ വെക്കുക. എനിക്ക് വേണ്ട, മാളുവാണ് യക്ഷി. മാളുവിനെ വെച്ചെടുക്കാം. ഞാനും വെക്കാമല്ലോ. പിന്നെ ഉണ്ടല്ലോ, ഈ പൂവിനെ നമ്മൾ ചെമ്പകം എന്നാ പറയാ. അത് ചുമന്ന കളറ് ചെമ്പകം ഉണ്ട്, അതുപോലെ വൈറ്റ് കളറ് ചെമ്പകം ഉണ്ട്. ചെമ്പകം വേറെ ഉണ്ട്, അതിന് നല്ല സ്മെല്ലുണ്ടോ? അതിന് സൂപ്പർ സ്മെല്ലല്ലേ? ഞാൻ പറയട്ടെ, ഇത് വെള്ള ചെമ്പകം, പിന്നെ ചുമന്ന കളർ, ഒരു റോസ് കളർ പോലത്തെ ചെമ്പകം കൂടി ഉണ്ട്. നിങ്ങൾ ഈ പൂവിന് എന്താ പറയാന്നൊന്ന് പറയണം കേട്ടോ. ഇവരെ നാട്ടില് പാലക്കാട് പറയുന്നത് അലറി എന്നാണ്. ആരലറി ചോദിച്ചു കഴിഞ്ഞാൽ പൂ അലറി. അതോ അരളിയാണോ? ഹരിനോടും കൂടി ചോദിച്ചോക്കാം. ഹരി, ആ പൂ കാണിക്ക്. ലോക പൊട്ടൻ. ഇത് പാലപ്പൂ അത്ര. പാലപ്പൂ ഇങ്ങനെയാണോ? അവന്റെ മുഖം. അതിനേക്കാൾ ഭേദം എന്റെ അലറിയല്ലേ? ഇത് അലറിയാ? അലറി.
ഇതന്നെയല്ലേ ഞാനും ചോദിച്ച അക്ഷരമൊന്നും മാറിയില്ലല്ലോ. ആ അലറിപ്പൂ. ഇത് ചെമ്പകാണ്. ഇത് ചെമ്പകാണ്. കറക്റ്റ് ഇത് ചെമ്പകാണ്. വൈറ്റ് ചെമ്പകാണ് ഇല്ലേ? അതെ ഇത് ചെമ്പക. ഗൂഗിൾ ചെയ്ത് നോക്ക്. ചെമ്പകല്ല. നമുക്ക് ഇവള് സംശയം തീർക്കാൻ വേണ്ടി കാണിക്കാണ്. കാണിക്ക്. അലറിപ്പൂ. അലറി ഫ്ലവർ. ഈ പൂവന്നെ ആ പൂ. ഈ പൂവന്നെ ചെമ്പകരെ പൂവാ ആണ്. നോക്കടാ ഹരി. ഈ പൂവല്ലത്. ഈ പൂവല്ലത് ചെമ്പകടിക്കേ. ഇത് ഒരേ പൂവല്ലേ? ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചെമ്പകം നടുക്കി. വേഗം ചെമ്പകം നടുക്കി. കണ്ടോ ചെമ്പകം ഇതാണ് ഗൈസ്. ചെമ്പകം ഇല്ലേ? ഓരോ പ്രാദേശിക ഒരു മിനിറ്റ്. ഈ ചെമ്പകത്തിൽ ഞാൻ പറഞ്ഞ പിങ്ക് കളറാണ് ഗൈസ്. ഇത് പക്ഷെ നമുക്കില്ലേ ഇതാണ് വൈറ്റ്. അലറിന്ന് അടിക്കുമ്പോഴും ഈ പൂ തന്നെയാണ് ഗൈസ് വരുന്നത്. കണ്ടോ എങ്ങോട്ടെ കയറി വരും. അലറിന്ന് അടിക്കുമ്പോഴും ഈ പൂ തന്നെയാണ് വരുന്നത്. ചെമ്പകം നടിക്കുമ്പോഴോ സെയിം ആണ്. അതെ, അപ്പൊ തർക്കമില്ല. നമ്മൾ ഒത്തുതീർപ്പിന് തയ്യാറാണ്. അത് ശരിയാണ്. നമ്മളിപ്പോ തിരിച്ചു പോവാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പോ പൂവിനെ കുറിച്ചിട്ടുള്ള ഒരു കുറച്ച് ചെമ്പകം ഉണ്ട്. അപ്പൊ അല്ല, അതിന്റെ ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി ഹരിനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞത്. മണമാണ് ഗൈസ്. ഇതാ ചെമ്പകത്തിന്റെ മണം. അരളിപ്പൂവിന്റെ മണം. അരളിപ്പൂ ഇതല്ല, അരളിപ്പൂ. അലറി. ഞാൻ ഇവിടെ കായലിൽ തള്ളിയിട്ട ഗൈസ്. നമ്മള് എല്ലാം കഴിഞ്ഞ് തിരിച്ച് എത്തി ഗൈസ്. അപ്പോ ഹോസ്റ്റലിൽ പോവാൻ അതെ, ഇതിൽ കയറുന്ന ബോട്ടിൽ കയറുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കുറച്ച് റഷ് ആയിരുന്നു. ഞാൻ ബാക്കിൽ, ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാ